അതിരടി എ ഫിലിം ബൈ അരുൺ ആൻഡ് ആൻഡ് സ്റ്റാറിങ് ബേസിൽ ജോസഫ്, ടോവിനോ തോമസ് ആൻഡ് ബിനീസ് റീനാസൻ ആൻഡ് മെനി കുറേ പേരുണ്ട്. ഒറ്റവാക്കി പറയാനാണെങ്കിൽ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് ചെയ്യുന്ന ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. ടെക്നിക്കലി ടു ഗുഡ്, ഒരു കുറ്റം പറയാൻ തോന്നിയില്ല. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതായത് സാമുവൽ ഡി ഹെൻറി എന്നാണ് സിനിമാറ്റോഗ്രാഫറിൻ്റെ പേരെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരൻ ഡെബ്യൂട്ടൻ്റ് ആണെന്നാണ് ഒരു ഇൻ്റർവ്യൂക്ക് അത് ബേസിൽ ജോസഫ് പറഞ്ഞായിട്ട് തോന്നുന്നു. ആൻഡ് പുള്ളിക്കാരൻ ഹി ഓൾസോ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് വിഷ്ണു വിജയ്, പുള്ളിക്കാരൻ്റെ സ്കോറിങ്ങും പാട്ടുകളും ഒക്കെ ആ ഫിലിമിന് ഡിപെൻഡ് ചെയ്ത് നല്ല രസത്തിനുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ സെക്കൻഡ്ലി അരുൺ ആൻഡ് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ആസ് എ ഡയറക്ടർ. പുള്ളിക്കാരനാണ് മിന്നൽ മുരളിയുടെയും സ്ക്രിപ്റ്റ് റൈറ്ററൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. ലൈക്ക് ഒരു നല്ല സ്പീഡായിരുന്നു പടം, നല്ല കിടുന്ന പേസിങ്ങിനായിരുന്നു പടം. ഒരു സ്ഥലത്ത് ഒരു ഇതിന് ഡിപ്പ് ആവുന്നിട്ട് സെക്കൻഡ് ഹാഫ് ഒരു സ്ഥലത്ത് പൊട്ടിച്ചായെങ്കിലും അത് പിന്നെ ക്യാച്ചപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് പോസിറ്റീവ് ഈസ് പെർഫോമൻസസ്. ബേസിൽ ജോസഫ് എനിക്ക് സ്റ്റാർട്ടിങ് പുള്ളിക്കാരൻ എങ്ങനെ ഈ ഫസ്റ്റ് ഇയർ ഒരു പരിപാടി എങ്ങനെ പുള്ളിക്കാരൻ കൺവിൻസിങ് ആയിട്ട് ചെയ്യുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ കോളേജിൽ കാണിച്ച് കൂട്ടുന്ന കുറേ കോമാളിത്തരങ്ങൾ ഈ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കോളേജ് ചെല്ലുമ്പോൾ തന്നെയുള്ള സീൻസൊക്കെ അതേപോലത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ കോളേജിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പം കുറച്ച് റിലേറ്റബിൾ, ലൈക്ക് പുള്ളിക്കാരൻ അതിനെ കൺവിൻസിങ് ആയിട്ട് ചെയ്തുകൊണ്ട് തോന്നി. സെക്കൻഡ് ഈസ് ടോവിനോ തോമസിനെ പറ്റി കുറേ പേര് ഇങ്ങനെ ക്രിറ്റിസിസംസ് പറയുന്നുണ്ട്. പഠിച്ചട്ടമ്മയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ അഭിനയം ഭയങ്കര ബിഡാന്നൊക്കെ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ടോവിനോ തോമസ്. ആൻഡ് ടോവിനോനെ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു പരിപാടിയും കിട്ടിയ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് അത് ഏറാണെന്നാണ് ഏറ്റവും കുറേ ഫിലിംസ് നമ്മൾ പുള്ളിക്കാരൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഈ പടത്തിലാണെങ്കിലും ഈ ക്യാരക്ടർ ഭയങ്കര സെറിക്കൂട്ടൻ. ആൻഡ് എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഫണ്ണായിട്ട്. ആൻഡ് ബാക്കി കുറേ പറഞ്ഞാൽ അത് സ്പോയിലർ ആയപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആൻഡ് അടുത്തത് വിനീത് ശ്രീനിവാസൻ, ഷാബാൻ, ഇവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ. പിന്നെ ഉള്ളത് വിഷ്ണു അഗസ്ത്യൻ. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, RTXിലില്ല. പുള്ളിക്കാരൻ ഒരു കിടലൻ നടനാണ്, അടിപൊളി നടനാണ്. പുള്ളിക്കാരൻ്റെ ഐസ് ഭയങ്കര എക്സ്പ്രസീവാണ്. ആൻഡ് ഹീസ് എ ഗുഡ് ആക്ടർ. ഇതിനകത്ത് ഉള്ള സീൻസൊക്കെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുള്ള എന്നാൽ കിട്ടിയ സീൻസ് തന്നെ നൈസായിരുന്നു. പിന്നെ ഉള്ളത് അതിനകത്തുള്ള തന്നെയായിരുന്നു. ഇപ്പം ഷെൽവിൻ ജെയിംസ് എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. പിന്നെ പുള്ളിക്കാരനും ബേസിൽ ജോസഫിൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ട്രൂ ഔട്ട് ഉണ്ടായിരുന്നു ബേസിൽ ജോസഫിൻ്റെ കൂടെ. പിന്നെ ഹൃദയപൂർവ്വത്തിനകത്ത് ലാലേട്ടൻ്റെ ക്ലൗഡ് കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനായിട്ട് അഭിനയിച്ചൊരു മച്ചനാണ്. ആ പുള്ളിക്കാരൻ്റെ ഈ പേര് പറഞ്ഞൂടാ. ആൻഡ് ഹി ഓൾസോ ഡിഡ് എ ഗുഡ് ജോബ്. പുള്ളിക്കാരൻ നല്ല രസമുണ്ടായിരുന്നു കടത്തി. പിന്നെ റിയ ഷിബു, നമ്മുടെ ഡെഡുലു, ഷി ഓൾസോ ഡിഡ് വെൽ. അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ കണക്ഷൻസാണ്. ലൈക്ക് ഇതിനകത്ത് കോളേജ് ഇമോഷണൽ കണക്ഷൻ നമ്മൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ലൈക്ക് കുറച്ച് ആ പടത്തിന് വേണ്ടിയുള്ള ഓവർ ദ ടോപ്പ് പരിപാടീസൊക്കെ ഉണ്ട്. ഓവർ ദ ടോപ്പ് അല്ല, ലൈക്ക് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറേ കോളേജ് പരിപാടീസൊക്കെ നമുക്ക് ഭയങ്കര കണക്റ്റഡ് ആണ്. ഈവൻ പേഴ്സണലി എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. ആൻഡ് സെക്കൻഡ് ഹാഫ് വാസ് ഓൾസോ നൈസ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫിനെ കണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഡിപ്പായോട് തോന്നി. ഞാൻ കൊള്ളായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ നെഗറ്റീവ്സിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്കാണ് ഇപ്പം അറിയുന്നതിന് നെഗറ്റീവ്സ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സമയങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു, കുറച്ച് ഡിപ്പായിരുന്നു. ആൻഡ് അങ്ങനെ ഭയങ്കര ലാഗൊന്നുമല്ലോ. ആൻഡ് എനിക്ക് പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്സായിട്ട് എനിക്കങ്ങനെ ഇതിൻ്റെ പ്രെഡിക്റ്റബിൾ സ്റ്റോറി, പക്ഷേ അങ്ങനെ നമുക്കങ്ങനെ പറയാനുണ്ടായിരുന്നു. ഇത് പ്രെഡിക്റ്റബിൾ എന്നാണ്. അതിപ്പം ഇൻട്രോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ക്ലൈമാക്സ് എന്താണെന്ന് അറിയായിരിക്കും, അതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും അത് ഫണ്ണാവും എന്നാണ് മെയിൻ. അതിൻ്റെ ബേസിക് ഐഡിയ ഈസ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ലൈക്ക് അത് വർക്കായോ ഇല്ലയോ എന്ന് മാത്രമാണ്. അത് വർക്കായതുകൊണ്ട് അത് വലിയ പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ ഇവിടെ വലിയതായിട്ട് വർക്കാവില്ല. ലൈക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വർക്കാവില്ല. അപ്പം നെഗറ്റീവ്സ് പറയണമെങ്കിൽ ഇതൊക്കെ ഉള്ളൂ എന്നേ ഉള്ളൂ. ഇത് തിയേറ്ററിന് ആവാൻ, അതായത് യൂത്ത് ഓഡിയൻസിന് ഈ യൂത്ത് ഓഡിയൻസിന് പറ്റിയൊരു ഫിലിമാണ്. ലൈക്ക് യൂത്തിന് മാത്രമല്ല, ഫാമിലി ഓഡിയൻസും ഉണ്ടായിരുന്നു. ലൈക്ക് ഹൗസ്ഫുള്ളായിരുന്നു. ആൻഡ് ഇതൊരു നൈസ് ഫിലിമാണ്. തിയേറ്ററിലൊക്കെ കാണാൻ ഒരു ഫൺ വാച്ചാണ്. വേറെ കുറേ കഥയും കാര്യങ്ങളും ഭയങ്കര അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു മിഡ് ഇൻട്രോനാകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലൈമാക്സ് എന്താ അറിയാൻ പറ്റും, ക്രെഡിറ്റ് മാറും. ബട്ട് ഇത് ഭയങ്കര ഫൺ മെമ്പർ, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ആൻഡ് ദിസ് ഇസ് മൈ റിവ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കൊക്കെ കാണാൻ നല്ലൊരു ഫൺ വാച്ചായിരുന്നു. നിങ്ങൾ നാളെയാണിത് ഒഫീഷ്യലി റിലീസ് ആവുന്നത്. സോ ആൻഡ്
കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ത്രൂ ബാക്ക്.